റിസോർട്ടിൽ വന്നിട്ട് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചതായിട്ട് അടിപൊളി റിസോർട്ടാണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. നമ്മള് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു ഫ്ലൈറ്റ് കൊണ്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് റൂം കാണാം. അയ്യോ കൂടെ വാ, 360 ആണ് നമ്മുടെ റൂം. അപ്പൊ നമുക്ക് റൂമിലോട്ട് കിടക്കാം. കമോൺ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പൊ നമ്മൾ കയറി എപ്പോഴും തന്നെ നമുക്ക് ഈ സൈഡില് നല്ലൊരു അടിപൊളി മിറർ ഉണ്ട്. ഇതാണ് എന്റെ കണ്ണിലേക്ക് ആദ്യം വന്നത്. സൂപ്പർ മിറർ കിട്ടാം. പിന്നെ ഇവിടെ ഒരു അടിപൊളി ചെയർ ഉണ്ട്, ലാമ്പ് ഉണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ചെയർ ഉണ്ട്. പിന്നെ ഒരു കൗണ്ടർ ടോപ്പ് പോലത്തെ സാധനം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബാത്റൂം. ഞാൻ വിചാരിച്ചു ഇത് മാത്രം ബാത്റൂം, 2 ബാത്റൂം ആണ്. അതാണ് അറിയായിട്ട്. ഇത് ആദ്യത്തെ ഒരു സ്മോള് ടൈനി ബാത്റൂം, സാധാരണ ചെറിയ വാഷ് ബേസിൻ, ചെറിയൊരു ബാത്റൂം. എന്നിട്ട് ഇങ്ങോട്ട് പോയോ. ഇവിടെ വിശാലമായ ഒരു വലിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. കുറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി ചെയ്ത് ഡൈനിങ് ടേബിളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വണ്ടിയൊക്കെ നിൽക്കണോണ്ട് നമുക്ക് കിച്ചണില് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും അരിപ്പൂന് കുറുക്കും പറ്റിയ കഞ്ഞിയൊക്കെ ചൂടാക്കി എളുപ്പമായി. പിന്നെ ഒരു കബോർഡ് ഉണ്ട്, നോർമൽ പാത്രങ്ങളൊക്കെ വെച്ചുള്ള കബോർഡ്. പിന്നെ ഒരു വാഷ് മെഷീൻ. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കേക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. കമോൺ. അപ്പൊ അങ്ങനെ ഇവിടെ ജോയിൻ കുറെ ആൾക്കാരൊക്കെ സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് കുറെ ഭക്ഷണം കേൾക്കാനുള്ള ഏരിയ ഉണ്ട്. ഇങ്ങനെ വരാം. ഇവിടെ എന്റെ കുരിപ്പ് നിൽക്കേണ്ട കാര്യം മൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ 2 വലിയ ബെഡ് ഉണ്ട്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഒരുമിച്ചിട്ടില്ലേ. പിന്നെ അട്ടിലോട് ചേർന്നിട്ടാണ് നമ്മള് ഒരു വലിയ മിറർ. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം മിററിലോട്ട് നോക്കാം. പിന്നെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് TV വരുന്നത്. ഒരു ടി വി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്മളെ ബാത്റൂം, മെയിൻ ബാത്റൂം. ഇവിടെ നമുക്ക് കബോർഡ്, നമുക്ക് അക്സസറീസും കാര്യങ്ങളൊക്കെ വെക്കാൻ നമുക്കൊന്നും വെച്ചിട്ടില്ല. ഈ ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. ഞങ്ങൾക്ക് ഇനി കേക്ക് മുറിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ ഷമേക്ക? നമ്മളെ വിശാലമായ വലിയ നമ്മുടെ ബാത്റൂം, ഡ്രയർ, കാര്യങ്ങൾ, അക്സസറീസ് ഇതൊക്കെ ഞാൻ പോകുമ്പോ ബുക്കും. എനിക്ക് ഹോട്ടലിൽ വന്ന് കഴിഞ്ഞിട്ട് റിസോർട്ടിലൊക്കെ വന്നു ഇങ്ങനെ സാധനങ്ങളൊക്കെ അക്സസറീസ് ബുക്കാൻ. ഞാൻ അതിലില്ല. എന്തായാലും ഇവള് മാത്രമായിരിക്കും പോക്കണ കേസ് ഉണ്ടാവുക. പിടിക്കുകയാണെങ്കിലും അവള് മാത്രമായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ വലിയ ബാത്ത്, 2 ക്ലോസറ്റ്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ അല്ലെ. കുളിക്കാനുള്ള സെപ്പറേറ്റ് ഏരിയ. അവിടെ ഉണ്ട് കുറെ അക്സസറീസ്. ഞാൻ കലക്കും ഇവിടെ പോകുമ്പോഴത്തേനും. പക്ഷെ ഞാൻ ശരിക്കും ഈ റിസോർട്ട് നമ്മൾ എടുത്ത സമയത്ത് വിചാരിച്ചത് അല്ലെ നമ്മൾ നോർമൽ റിസോർട്ടായിട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന അത്ര വലുതൊന്നുമല്ലാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അപ്ഗ്രേഡ് ആയി കിട്ടിയോണ്ട് ഭയങ്കര രസമുണ്ട്. വലിയൊരു ശരിക്കും വീട് പോലുണ്ടല്ലേ ഞമ്മക്ക്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, സോഫയും കാര്യങ്ങളും. വീണ്ടും TV. 2 TV ഉണ്ട് അല്ലേ. വീണ്ടും TV. ഇവിടെ ഷോപ്പീസുകള്, യൂണിറ്റ് TV, യൂണിറ്റ് കാര്യങ്ങള്. ഇവിടെ നല്ല രസം കിട്ടും. നമുക്ക് ശരിക്കും കുറെ ആൾക്കാരൊക്കെ വന്നാൽ ഇഷ്ടപ്രകാരം നിൽക്കാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മുടെ വലിയ അങ്ങോട്ട് തള്ളു നമ്മുടെ വലിയ ബാൽക്കണി. നമുക്ക് വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് പൂൾ. അങ്ങനെ പറയുന്നില്ല, കാരണം ഇവിടെ നമ്മൾ മാത്രമേ അല്ലേ, ഈ ഏരിയയിൽ നമ്മൾ മാത്രം. അപ്പൊ നമുക്ക് വീട്ടിൽ പ്രൈവറ്റ് പൂൾ പോലെ ഉണ്ട്. എന്താ സംഭവം അറിയില്ല. എന്തായാലും ആനിവേഴ്സറി ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ആയി കിട്ടിയ രസം അല്ലേ. വലുതോട്ടോ, വലിയ ബാൽക്കണിയാ. ആ ഏരിയയിലുണ്ട്. അവിടെ ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മിക്കവാറും കേക്ക് മുറി സംഭവങ്ങളൊക്കെ ഇവിടെ ആവും അല്ലേ. ഹലോ. അപ്പൊ നമ്മൾ റൂം ടൂർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. സ്റ്റേ ട്യൂൺ. നമ്മളങ്ങനെ അടമ്പടലം കൊള്ളായിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് നമ്മൾ നേരത്തെ നമ്മളെ മേലെ റൂമിന്റെ തന്നെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നല്ല രസമുള്ള സ്വിമ്മിംഗ് പൂള്. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായത് വെച്ചാല് ടെമ്പറേച്ചർ കൺട്രോൾ അല്ല, ഭയങ്കര തണവ്. ഇപ്പൊ തണവ് സമയമാണല്ലോ, ഇവിടെ ക്ലൈമറ്റ് ഇപ്പൊ തണവാണല്ലോ. ഇപ്പോ ഭയങ്കര നിക്കാച്ചെങ്കി വീട്ടിൽ പോലും തണവത്ത് കുളിക്കാത്ത ആളെ ഇവിടെ പറ്റില്ല. ഐബൂസ് അനുസരിച്ച് കൊതിപ്പിച്ചിട്ട് ഇനിയിപ്പോ ഇറങ്ങി കഴിഞ്ഞ എങ്ങനെ ശ്യാമയൊക്കെ ഐബും കൂടി 10 മിനിറ്റ് ഇറങ്ങിട്ട് പറ്റും. അവ പൊരിച്ചിട്ട് ഇറങ്ങണില്ല. അവരെന്താ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാണ്ട് ഭയങ്കര തണവ്. താല് ക്രിസ്റ്റൽ വെള്ളം. അപ്പൊ ഇവിടെ ഒരു റൂമുണ്ട് അടിയിൽ. അവര് നമ്മളെ ആകെ അന്തം വിട്ട് നോക്കണ്ട്. കാരണം തണവുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇറങ്ങണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഷാമിയൊക്കെ ഐബ് ഇറങ്ങണത് ഞാൻ കാണിച്ചു തരാം. ഷാമിയൊക്കെ ഇറങ്ങാൻ പറ്റില്ല അല്ലെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാത്തതിന്റെ വിഷമം നമ്മളോട് ഓടി തീർക്കുകയാണ്.
ഇവിടെ ഓടിച്ചാടി കളിക്കുകയാണ്. നല്ല തണവുണ്ട് ഗൈസ്, നല്ല തണവുണ്ട്. അത് ടെമ്പറേച്ചർ കൺട്രോൾ ആക്കണല്ലേ, എന്ത് പണി ഒരു കാച്ചി. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല, അതാണ് പണി. ഇവിടെ ഒരാള് നല്ല ഓടിക്കളി. ഇപ്പൊ റിസോർട്ടിൽ വന്നതിന് ഉപകാരമായത് ഐബൂനാണ്. നല്ല സന്തോഷം, ഓടിക്കളിക്കന്നെ. ഇപ്പൊ എന്താ വെച്ചാൽ അവന് ഹാഫ് കഴിഞ്ഞ് നമ്മള് സ്വിമ്മിംഗ് പൂളിൽ ഇടാൻ ഡ്രസ്സ് കൊടുന്നല്ലേ, അപ്പൊ ഹാഫ് കഴിഞ്ഞ ഷാമക്ക് നല്ല തണവുണ്ട്. അവനിക്കൊന്നും അറിയില്ല. ഷാമക്ക് അതിന്റെ മേലെ കൂടെ കട്ടിയുള്ള ഡ്രസ്സ് വീണ്ടും ഇട്ട് കൊടുത്തതാ. ഒരാള് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണ പൂതി മാറ്റാൻ വേണ്ടിട്ട് നമ്മള് ബാത്തപ്പിൽ അങ്ങനെ ചൂടുവെള്ളം മിക്സ് ആക്കിയിട്ടാണ് ഇറക്കി കൊടുത്തു. സമാധാനായാ, സന്തോഷായാ? ഇവിടെ ഇരിക്കട അവിടെ. ഹായ്, ഇരിക്കാറിയില്ലേ? ഓ പിന്നെ ചൂടുണ്ടാ? ഓ ചൂട് എന്നൊക്കെ പറയണല്ലോ. അബു പപ്പ അബു പപ്പ ഇരുന്നു. ഹാപ്പി. നമ്മുടെ ഷാമിയൊക്കെ ആയിപ്പോ നല്ല കളിയില്ല വെള്ളത്തിൽ. അപ്പൊ ഞാൻ എന്തായാലും ഒരു കൊൺസോൾ കെട്ടി പൊട്ടിച്ചിട്ട് കുറച്ച് കാപ്പി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇവിടെ ഇൻസ്റ്റന്റ് കോഫി മിക്സ്, ചായ മിക്സ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് കാപ്പി മതി. ഒരു കാപ്പി കുടിക്കാം. അതുപോലെ ബർഗർ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ബർഗറും കഴിച്ചു. വലിയ സുഖമല്ല, വലിയ കൊള്ളൂല. നല്ല വെയിറ്റ് ഇവിടെ സൂപ്പർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തൊക്കെ ഉണ്ട് സംഭവങ്ങൾ എന്നൊക്കെ നടക്കാൻ പോകും. ഞങ്ങളൊന്ന് ഇവിടെ കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഇവര് വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ബെഡുമൊക്കെ തുള്ളി കളിച്ച്. ഐബുമാണ് ഇന്നത്തെ താരം, ഫുൾ ഹാപ്പിയാ, നല്ല ഇഷ്ടമായിക്കണ്. ഞങ്ങൾ എന്തൊക്കെ റിസോർട്ടിലുണ്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതൊക്കെ നിങ്ങളെയും കാണാട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് വീഴു വീഴു വീഴു, മെല്ലെ ഇങ്ങോട്ട് പോ. ഇവിടെ നമുക്കൊരു ജിമ്മേരിടോ ഉപ്പേടാ ജിമ്മർ ചാമക്ക, വലിയ ജിമ്മ. ഇതാണ് എൻട്രൻസ് ഏരിയ. വാവ്, ഇവിടെ ഒക്കെ റൂമുകളാണ്. ഇവിടുത്തെ റൂമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് അപ്ഗ്രേഡേഷൻ കിട്ടും. നമ്മള് ബീച്ച് സൈഡ് അങ്ങനത്തെ പ്രൈവറ്റ് പൂൾ വില്ലേക്ക് പോയതാണ്. അവിടെ എന്താ സ്വിമ്മിംഗ് പൂളോ? പിന്നെന്താ സിംഹണ്ടാ? അതാ പിക്കോ. ഓ അങ്ങനെ പോണതല്ലേ? പൊക്കിങ്ങനെ ആക്കി. ആ വെറുതെ ആക്കി വെക്കും. എന്തത് എന്തത് എന്താണ് പറയും? സന്തോഷായി സന്തോഷായി. മെല്ലോടെ ഇരിക്കേ. എന്ത് സ്പീഡത്! പോയിക്കോ, അതിന്റെ ഉള്ളിൽ കൊറേ പോയിണ്ട്. അവിടെ കണ്ടാ, ഉള്ളിൽ പോ, മെല്ലെ പോ, മെല്ലെ പിടിച്ച് പിടിച്ച് കയറ്, തിരിച്ചു പോ. അതാ കട്ടകളുണ്ട്, പോയിക്കോ. നീ കൂടെ നീ കൂടെ.
നോക്കിട്ടിട്ട് മെല്ലെ മെല്ലെ പിടിച്ചിട്ട്. ഗുഡ് ബോയ് ആണ് ഐബു. ഐബുവിന് ഒറ്റക്ക് ഇറങ്ങാറിയാ. എങ്ങനെ ഇറങ്ങുക? പിടിച്ചിട്ട് തിരിഞ്ഞിട്ടില്ലേ? ആ നോക്കിക്കോ, തിരിഞ്ഞിട്ടില്ലേ? നല്ല കുട്ടിയാണ്, ഇറങ്ങ. ഗുഡ് ബോയ് ആണ്, ഒറ്റക്ക് ഇറങ്ങാനൊക്കെ അറിയാം ഐബുനെ. ഏ ഐബു ഏ ഏ ഏ എന്തത്? കട്ടണ്ടാ? പിന്നെ എന്തൊരു ബോളുണ്ടാ? ആ അത്ര നേരം നമ്മള് വെറുതെ ഇരുന്നില്ല അവിടെ. ജാമിക്ക് പാസ് ചെയ്യണേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനെൻ്റെ പുതിയ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. പൊലിയൂണിയറായിട്ട് 8:30 പോകണത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാന്നൊക്കെ വിചാരിച്ചിട്ട് പോണത്. എന്താവുന്നൊക്കെ അവിടെ പോയി അറിയിക്ക് കണ്ണിക്ക് പേരെടുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഫുള്ള് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ഇന്ത്യയിലൊന്നുമില്ല, പക്ക ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പറാവുന്ന വിചാരിക്കും. കുറച്ച് മതിയില്ലേ? ബേക്കഡ് ബീൻസ് ഞാൻ തിന്നിട്ടില്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ മെയിനായിട്ട് കണ്ടത് നമ്മളവിടെ ഒന്നും എല്ലാം കുറച്ചെടുത്ത് നോക്കിയത്. അപ്പോൾ ടേസ്റ്റ് അറിയാലോ. ഇത് ബ്രെഡും അടിപൊളി ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബേക്കഡ് ബീൻസ് ഞാൻ തിന്നിട്ടില്ല. ഇതെനിക്കിഷ്ടമുള്ള സാധനം സോസേജ്. ഇഷ്ടമില്ല. ഏറ്റവും വൃത്തികെട്ട സാധനമാണ് സോസേജ്. അതാണെടുക്കും. ഞാൻ മെയിനായിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടുന്ന സാധനം പാൻ കേക്ക്. അപ്പോൾ അതുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി ഇതുവരെ കറക്റ്റ് ഞാൻ തീരെ കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് പാൻ കേക്ക് പോയി വെജിറ്റബിൾ. नो टॉपिक्स सॉस वगैरह नहीं. നമുക്ക് 3 പാൻ കേക്ക് കിട്ടിയിട്ടുണ്ട്. റൈസ് വെച്ചിട്ട് മേലെ ടോപ്പിങ്സ് ആയിട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ടമ്മൂസ് നമുക്ക് കുറച്ചിങ്ങനെ എടുക്കാം. എന്താ വേണ്ട എടുത്തോ? ടേസ്റ്റ് നോക്കാം അല്ലേ? ആ എല്ലാം കുറച്ച് കുറച്ച് എടുക്കും. എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒലിവ്. ബ്ലാക്ക് ഒലിവ് ഇഷ്ടമില്ല, ഗ്രീൻ ഒലിവ് ഇഷ്ടം. എടുത്തിട്ടോ? ഷാമയൊക്കെ പിടിച്ചെടുക്കുക. എനിക്കെല്ലാം ഞാൻ തിന്നില്ല. രണ്ട് ബ്രെഡ് വരെ ടോസ്റ്റ് ചെയ്തെടുക്കാം അല്ലേ?
ഒരുമിച്ചൊക്കെ പറ്റില്ല. പറ്റും ഡോണട്ടോ നല്ലത്. ഇതെടുത്തോ, ഇതെടുത്തോ, ഇതെന്താ റേറ്റ് ആണ്? സ്ട്രോബെറി ജാം മതി. എല്ലാം എടുത്തോ, എല്ലാ ജാമും എടുത്തോ. ഈ ക്രീം ഓഫ് ചിക്കൻ എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഭയങ്കര ടേസ്റ്റ് കിട്ടും. ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ആ മിക്സിനെടുത്തിട്ട് ചിക്കനും മയോണീസും ചീസൊക്കെ മിക്സ് ആക്കിയിട്ട് എൻ്റെ ഉമ്മ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കും. അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ ബേക്കഡ് ബീൻസും ടെസ്റ്റ് ചെയ്ത് നോക്കും, അതൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇത് സോസി ടേസ്റ്റ് പോലെ വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷെ ഇത് അടിപൊളിയുണ്ട്. സൂപ്പർ. എന്താ ഇപ്പൊ സന്തോഷം. ബോൾ എവിടുന്ന? ടെമ്പറേച്ചർ കൺട്രോള്. ആ ആ ആ തണുത്തിട്ട് അങ്ങട്. ആ ആ തണുണ്ട. അല്ലാ എന്റെ അതോ പപ്പ ചാടിയായി പോവാ. തണവുണ്ടാവേ? തണവുണ്ടല്ലേ? വേണ്ട വേണ്ടാന്ന്. അയിപ്പോ എന്ത് തണുക്കണ്ട? കാറ്റാട്ടാ. ഒരാള് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തണവ് എന്ന് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ് ഗായ്സ്. ഞങ്ങളങ്ങനെ റിസോർട്ടിനോട് വിട പറഞ്ഞ് ടാറ്റ പോവുകയാണ്. ഞങ്ങൾ സ്റ്റെക്കേഷൻ കഴിഞ്ഞു. ഒരു അടിപൊളി സ്റ്റെക്കേഷൻ ചെയ്ത് നൈസായിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. വി ആർ ലീവിങ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ.